Hi everyone, this is GB Sebastian and welcome to GB's classes. ഇന്ന് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ ക്ലാസ്സാണ് നമ്മൾ നോക്കുന്നത്. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ്. അപ്പോൾ നോക്കാം ഇതെന്താ ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന്. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസിന് ഒരു എക്സാമ്പിൾ നമ്മൾ ആദ്യം നോക്കുന്നത്. ജോൺ ഈസ് ഇൻ ഹിസ് കാർ. ഹീ ഈസ് ഓൺ ഹിസ് വേ ടു മാർക്കറ്റ്. ഹീ ഈസ് ഡ്രൈവിംഗ് ടു മാർക്കറ്റ്. ഇപ്പോൾ ജോണിൻ്റെ കാറിൻ്റെ ഉള്ളിലാണ്. അതുപോലെ തന്നെ ഹീ ഈസ് ഓൺ ഹിസ് വേ ടു മാർക്കറ്റ്. മാർക്കറ്റിൽ പോവുകയാണ് ജോൺ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഹീ ഈസ് ഡ്രൈവിംഗ് ടു മാർക്കറ്റ്. മാർക്കറ്റ് ആറ് സൈലൻ്റ് ആണ് അവിടെ. ഹീ ഈസ് ഡ്രൈവിംഗ് ടു മാർക്കറ്റ് നമ്മൾ സാധാരണ പറയുമല്ലോ മാർക്കറ്റ്. ഹീ ഈസ് ഡ്രൈവിംഗ് ടു മാർക്കറ്റ്. മാർക്കറ്റിലോട്ട് പോവുകയാണ്. ഈസ് ഡ്രൈവിങ് ഇപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ആക്ടിവിറ്റി തുടങ്ങി, പക്ഷേ ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയില്ല. അതായത് ഹീ ഈസ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ടെൻസസ്, അങ്ങനെയുള്ള കാര്യത്തിന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു കാര്യം തുടർന്നു നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനെയാണ് ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് കൊണ്ട് നമ്മൾ പറയുന്നത്, വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ദിസ് മീൻസ് ദാറ്റ് ജോൺ ഈസ് ഡ്രൈവിംഗ് നൗ. ജോണ് ഇപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയം, അതായത് ജോണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദ ആക്ഷൻ ഈസ് നോട്ട് കംപ്ലീറ്റഡ് ഓർ ഫിനിഷ്ഡ്. ആ ആക്ഷൻ എന്ന് പറയുന്നത്, ഡ്രൈവ് ചെയ്യുന്ന ആ ആക്ടിവിറ്റി അത് കംപ്ലീറ്റ് ആയിട്ടില്ല, അല്ലെങ്കിൽ ഫിനിഷ് ആയിട്ടില്ല. ഹീ ഈസ് ഡ്രൈവിങ്, ഇപ്പോഴും ഡ്രൈവ് ചെയ്യുന്നു. പ്രസൻറ്റ് കണ്ടിന്യൂസ്. അപ്പോൾ അതിൽ ആം, ഈസ്, ആർ പ്ലസ് ING, അതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലെ ഒരു സ്ട്രക്ചർ. ഈ ആം പ്ലസ് ING ആയിരിക്കാം, ഈസ് പ്ലസ് ING ആയിരിക്കാം, അല്ലെങ്കിൽ ആർ പ്ലസ് ING ആയിരിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ കുറച്ച് എക്സാമ്പിൾ. ഐ ആം റൈറ്റിംഗ്. ആം പ്ലസ് റൈറ്റ് പ്ലസ് ING, ഒരു വേർബും പ്ലസ് ING ഉണ്ടാവും. അപ്പോൾ ഐ ആം റൈറ്റിംഗ്. ഇപ്പോൾ ഐ ആം എന്നുള്ളതിന് ഷോർട്ടായിട്ട് ഐ ആം റൈറ്റിംഗ്. അടുത്തൊരു എക്സാമ്പിൾ, ഹീ ഈസ് ഡ്രൈവിങ്. ഈസ് എന്ന് വന്നു. ഈസ് പ്ലസ് വേർബ് എന്താണ് ഇവിടെ? ഡ്രൈവ് എന്നുള്ളതാണ്. ഡ്രൈവ് പ്ലസ് ING. ഈസ് ഡ്രൈവിങ്. ഹീ ഈസ് ഡ്രൈവിങ്. അപ്പോൾ ഹീ ഈസ് എന്ന് ഷോർട്ടായിട്ട് ഹീ ഈസ് ഡ്രൈവിങ്. ആം റൈറ്റിംഗ്. ഹീ ഈസ് ഡ്രൈവിങ്. അപ്പോൾ അങ്ങനെ കുറേ പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ കുറച്ചുകൂടി നല്ല ഫ്ലോ ആയിട്ട് വരും. അപ്പോൾ സംസാരിക്കുമ്പോൾ ഹീ ഈസ് ഡ്രൈവിങ്, പക്ഷേ എഴുതുമ്പോൾ ഹീ ഈസ് എന്ന് എഴുതുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഹീ ഈസ് ഡ്രൈവിങ്. ഷീ ഈസ് പ്ലേയിങ്. PLAYING. പ്ലേയിൻ്റെ കൂടെ ING കൂട്ടുന്നു. ഷീ ഈസ് പ്ലേയിങ്. ഷോർട്ടിൽ ഷീ ഈസ് പ്ലേയിങ്. അപ്പോൾ ഇതൊക്കെ ഇനി കുറച്ച് എക്സാമ്പിൾ കൂടി നോക്കാം. ഇറ്റ് ഈസ് വർക്കിംഗ്. ഏതെങ്കിലും ഒരു മെഷീനോ എന്താ വെച്ചാൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് വർക്കിംഗ്. ഇറ്റ് ഈസ് എന്നുള്ളതിന് ഷോർട്ടായിട്ട് ഇറ്റ്സ് വർക്കിംഗ്. ഇറ്റ് ഈസ് വർക്കിംഗ്. പിന്നെ അത് കഴിഞ്ഞാൽ അടുത്തത് വി ആർ ഈറ്റിംഗ്. ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിക്കാൻ തുടങ്ങി, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണ്. എന്താണ് കഴിക്കൽ കഴിഞ്ഞിട്ടില്ല, ഫിനിഷ് ചെയ്തിട്ടില്ല, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. വി ആർ ഈറ്റിംഗ്. യു ആർ പ്ലേയിങ്. വി ആർ ഈറ്റിംഗ്. യു ആർ പ്ലേയിങ്. നിങ്ങൾ കളിക്കുകയാണ്, കളിച്ചുകൊണ്ടിരിക്കുകയാണ്, നിർത്തിയിട്ടില്ല. The activity was started and hasn't finished yet. അപ്പോൾ പിന്നെ they are running. അവർ ഓടുകയാണ്. They are running still at this point. They are running. ഇപ്പോഴും അവർ ഓടുകയാണ്.
ഇപ്പോഴും അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ്, നിർത്തിയിട്ടില്ല. ദേ ഹാവൻ ഫിനിഷ്ഡ് റണ്ണിങ്, ദേ ഹാവൻ കംപ്ലീറ്റഡ് റണ്ണിങ്, ദേ ആർ റണ്ണിങ്, ദേ ആർ റണ്ണിങ്, ദേ ആർ റണ്ണിങ്, ദേ ആർ അതിൻ്റെ ഷോർട്ടിൽ ദേ ആർ റണ്ണിങ്, ദേ ആർ റണ്ണിങ്. അപ്പോൾ ഓക്കെ, സോ അതൊക്കെയായിരുന്നു കുറച്ച് എക്സാമ്പിൾ, പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ കുറച്ച് എക്സാമ്പിൾ. നിങ്ങളും കുറച്ച് അങ്ങനെയുള്ള വേർഡ്സ് എല്ലാം എടുത്തിട്ട് അതിൻ്റെ കുറച്ച് എക്സാമ്പിൾ വെച്ചിട്ട് സ്വന്തമായിട്ട് ഒരു സെൻറ്റൻസ്, ഇതൊക്കെ ചെറിയ ചെറിയ സെൻറ്റൻസസ് ആണ്, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി പഠിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് പഠിക്കുന്നത്, അങ്ങനെ പഠിക്കാൻ പറ്റും. ആക്ഷൻ ഹാപ്പനിങ് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്, ഇതെല്ലാം നമ്മൾ എന്താണ് നോക്കിയത്? ആക്ഷൻ ഹാപ്പനിങ് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് നടക്കുന്ന ആക്ടിവിറ്റികൾ, അതെല്ലാം പ്രസൻറ്റ് കണ്ടിന്യൂസ്. പ്രസൻറ്റിൽ ഇപ്പോൾ ഉള്ള കാര്യം, പ്രസൻറ്റിലുള്ള കാര്യം അത് കണ്ടിന്യൂസ് ആയിക്കൊണ്ടിരിക്കുന്നു, അതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ്. ഐ ആം ഡൂയിങ് സംതിങ്, ഐ ആം ഡൂയിങ് സംതിങ് ആൻഡ് ഐ ആം ഇൻ ദ മിഡിൽ ഓഫ് ഡൂയിങ് സംതിങ്. ഐ ആം ഡൂയിങ്, ഞാൻ എന്തോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ എന്തോ കാര്യം ചെയ്തതിൻ്റെ അതിൻ്റെ ഇടയിലാണ്. ഞാൻ ആ കാര്യം തുടങ്ങി, പക്ഷേ കംപ്ലീറ്റ് ആയിട്ടില്ല. അതെല്ലാമാണ് ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ആം റെക്കോർഡിങ് എ വീഡിയോ, ഞാനിപ്പോൾ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ആം ടീച്ചിങ്, ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും ഐ ആം ടീച്ചിങ് ഗ്രാമർ. അപ്പോൾ അതൊക്കെ എൻ്റെ എക്സാമ്പിളാണ്. ഐ ആം ഡൂയിങ് സംതിങ്, ഞാൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ആം ഇൻ ദ മിഡിൽ ഓഫ് ഡൂയിങ് സംതിങ്, അങ്ങനെയുള്ള കാര്യത്തിനെയാണ് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ പറയുന്നത്. ഐ ഹാവ് സ്റ്റാർട്ടഡ് ഡൂയിങ് ഇറ്റ്, ഞാനത് ചെയ്തു തുടങ്ങി. ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് എൻ ആക്ട്, ഒരു ആക്ടിവിറ്റി, ഒരു ആക്ഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ഹാവിൻ ഫിനിഷ്ഡ് യെറ്റ്, ഞാൻ ഇതുവരെ അത് ഫിനിഷ് ആക്കിയിട്ടില്ല, കഴിഞ്ഞിട്ടില്ല, അത് കംപ്ലീറ്റ് ആയിട്ടില്ല. അങ്ങനെയുള്ള ആക്ടിവിറ്റികളെല്ലാം നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് വെച്ചാണ്, ആ ടെൻസ് ഉപയോഗിച്ചാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്, സംസാരിക്കുന്നത്. ഐ ഹാവ് സ്റ്റാർട്ടഡ് ഡൂയിങ് ഇറ്റ് ബട്ട് ഐ ഹാവിൻറ്റ് ഫിനിഷ്ഡ് യെറ്റ്. ഹിയർ ദ ആക്ഷൻ ഈസ് ഹാപ്പനിങ് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ്. അപ്പോൾ ഓക്കെ, ദെൻ എക്സാമ്പിൾ, അതിനെ കുറച്ച് എക്സാമ്പിൾ. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ, ഐ ആം സ്റ്റഡിയിങ്, ഞാൻ പഠിക്കുകയാണ്. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ, പഠിക്കുകയാണ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പഠിച്ചു തുടങ്ങി പക്ഷേ കംപ്ലീറ്റ് ആയിട്ടില്ല. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ, ഐ ആം സ്റ്റഡിയിങ്, അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. ഐ ആം സ്റ്റഡിയിങ്. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ, ഐ ആം സ്റ്റഡിയിങ്. ഐ ആം ടയേർഡ്, രണ്ടാമത്തെ എക്സാമ്പിൾ. ഐ ആം ടയേർഡ്, ഞാൻ ക്ഷീണിതനാണ്. ഐ ആം ടയേർഡ്. I am going to sleep now. I am tired. I am going to sleep now. ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. I am going to sleep now. Good night. അയാൾ ഉറങ്ങാൻ തുടങ്ങി അല്ലെങ്കിൽ കിടന്നു, എന്നിട്ട് പറയുകയാണ് I am going to sleep now. Please don't disturb me. I am tired. അപ്പോൾ ഇതെല്ലാം ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഡോണ്ട് ഗോ ഔട്ട് നൗ, ഇപ്പോൾ പുറത്ത് പോകരുത്. ഇറ്റ് ഈസ് റെയിനിങ് ഔട്ട് സൈഡ്. ഇറ്റ് ഈസ് റെയിനിങ്, അതിനെ നമുക്ക് ഇറ്റ്സ് റെയിനിങ് എന്ന് പറയാൻ പറ്റും ഷോർട്ടായിട്ട്. ഡോണ്ട് ഗോ ഔട്ട് നൗ, ഇറ്റ്സ് റെയിനിങ് ഔട്ട് സൈഡ്. ഡോണ്ട് ഗോ ഔട്ട് നൗ, ഇറ്റ്സ് റെയിനിങ് ഔട്ട് സൈഡ്. ഇറ്റ്സ് റെയിനിങ്. അപ്പോൾ എന്തോ ഒരു നമ്മൾ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ മിഡിലാണ്. അപ്പോൾ അതിനെയൊക്കെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് വെച്ച് നമ്മൾ പറയും. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ദ ആക്ഷൻ ഈസ് ഹാപ്പനിങ് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ ആക്ഷൻ നടക്കണമെന്നില്ല, അല്ലാണ്ടും ചിലപ്പോഴൊക്കെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, 2 friends ആർ ടോക്കിംഗ് ഇൻ എ കഫേ. ഒരു കഫേയിലിരുന്നിട്ട് 2 കൂട്ടുകാർ സംസാരിക്കുകയാണ്. വൺ ഓഫ് ദം സേസ്, അതിലൊരാൾ പറയാണ് I am reading an interesting book at the moment. I am reading an interesting book at the moment. I'll give you when I have finished it. I am reading an interesting book at the moment. I'll give you when I have finished it. ഞാനൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. I will give you when I have
ഐ ഹാവ് എന്നതിൻ്റെ ഷോർട്ടാണ് ഐ ഹാവ് ഫിനിഷ്ഡ് ഇറ്റ്. ഞാൻ തീർന്നു കഴിയുമ്പോൾ, വായിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനത് നിനക്ക് തരാം, നിനക്ക് വായിക്കാൻ തരാം എന്നാ പറയുന്നത്. ഐ എം റീഡിങ് ആൻ ഇൻട്രസ്റ്റിംഗ് ബുക്ക് അറ്റ് ദ മൊമെൻറ്റ്, ഐ വിൽ ഗിവ് യു വെൻ ഐ ഹാവ് ഫിനിഷ്ഡ് ഇറ്റ്. അപ്പോൾ ഐ ആം റീഡിങ് എന്നിവിടെ പറയുന്നുണ്ട്. ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. പക്ഷേ അയാൾ ഇപ്പോൾ വായിക്കുകയല്ല, ആ പറയുന്ന ആൾ ഇപ്പോൾ വായിക്കുകയല്ല, ഇപ്പോൾ കഫേയിലിരുന്ന് ചായ കുടിക്കുകയോ എന്തെങ്കിലും കഴിക്കുകയായിരിക്കും. അപ്പോൾ ഐ ആം റീഡിങ് എന്താന്ന് ആ സമയത്ത് അയാൾ സംസാരിക്കുന്ന സമയത്ത് അയാൾ ബുക്ക് വായിക്കുകയല്ല, എന്നിട്ടും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ചിരിക്കുന്നു. അതായത് ദീസ് ഡേയ്സ്, ആ ഒരു ഡ്യൂറേഷനിൽ, ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പ്, ആ ദീസ് മൂമെൻറ്റിൽ, ആ കുറച്ച് ഫ്യൂ ഡേയ്സിൽ, ആ സമയം, ആ പർട്ടിക്കുലർ സമയമല്ല, സംസാരിക്കുന്ന സമയമല്ല, അല്ലാതുള്ള സമയത്ത് അയാൾ ഒരു ബുക്ക് വായിക്കുകയായിരുന്നു. ആൻഡ് ഐ ആം റീഡിങ് എൻ ഇൻട്രസ്റ്റിംഗ് ബുക്ക്. അത് അങ്ങനെ ഒരു പീരീഡ് ഓഫ് ടൈമിനെ, ആ അടുത്ത് നടന്ന ഒരു പീരീഡ് ഓഫ് ടൈമിനെ ഡിസ്ക്രൈബ് ചെയ്യാനും ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാറുണ്ട്. ഹിയർ ദ പേഴ്സൺ ഈസ് നോട്ട് റീഡിങ് ദ ബുക്ക് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്. ആ സംസാരിക്കുന്ന സമയത്ത് അയാൾ വായിക്കുകയല്ല. ഹി ഹാസ് സ്റ്റാർട്ടഡ് റീഡിങ് ബട്ട് നോട്ട് ഫിനിഷ്ഡ് ഇറ്റ് യെറ്റ്. അയാൾ കുറച്ച് ദിവസം മുമ്പ് അത് വായിക്കാൻ തുടങ്ങി, പക്ഷേ ആ ബുക്ക് വായിച്ച് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഐ ആം റീഡിങ്. ഞാൻ എന്തോ ഒരു പ്രോസസ്സിൻ്റെ ഉള്ളിലാണ്, ഞാനൊരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയിട്ടില്ല, പക്ഷേ റൈറ്റ് നൗ അയാൾ ചെയ്യുകയല്ല. അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് അതല്ല ചെയ്യുന്നത്, പക്ഷേ അയാൾ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ തുടങ്ങി, പക്ഷേ കംപ്ലീറ്റ് ആയിട്ടില്ല. അങ്ങനെയുള്ളതിനും ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കും. അപ്പോൾ വേറൊരു എക്സാമ്പിൾ, അതിനെ പറ്റിയുള്ള ഒരു എക്സാമ്പിൾ. റീന വാണ്ട്സ് ടു വർക്ക് ഇൻ ജർമ്മനി. ജർമ്മനിയിൽ വർക്ക് ചെയ്യാൻ റീനയ്ക്ക് താല്പര്യമുണ്ട്. സോ ഷീ ഈസ് ലേണിംഗ് ജർമ്മൻ ലാംഗ്വേജ്. ഈസ് ലേണിംഗ് എന്ന് പറയുമ്പോൾ അതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. റീന വാണ്ട്സ് ടു വർക്ക് ഇൻ ജർമ്മനി, സോ ഷീ ഈസ് ലേണിംഗ് ജർമ്മൻ ലാംഗ്വേജ്. ഹിയർ ഷീ ഈസ് നോട്ട് ലേണിംഗ് ജർമ്മൻ അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് അവൾ പഠിക്കുകയല്ല, ബട്ട് ആ ദിവസങ്ങളിൽ റീന ഈസ് ലേണിംഗ്. അതുകൊണ്ട് ആ സമയം, പറയുന്ന സമയത്ത് പഠിക്കുക അല്ലെങ്കിൽ പോലും ആ ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ അതിന് ചുറ്റും, അതിന് മുമ്പുള്ള കുറച്ച് ദിവസങ്ങളുമായിട്ട് റീന ഈസ് ലേണിംഗ്. അപ്പോൾ അതുകൊണ്ടാണ്, അങ്ങനെയുള്ള സിറ്റുവേഷനിലും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കും. റീന വാണ്ട്സ് ടു വർക്ക് ഇൻ ജർമ്മനി, സോ ഷീ ഈസ് ലേണിംഗ് ജർമ്മൻ ലാംഗ്വേജ്. വേറൊരു എക്സാമ്പിൾ. Some of my friends are building their own house. Some of my friends are building their own house. എന്ന് പറഞ്ഞാൽ ഇപ്പം പറയുന്ന സമയത്ത് അവരുണ്ടാക്കുകയല്ല, ആ ഇടയിൽ, ആ ദിവസങ്ങളിൽ എൻ്റെ കുറച്ച് കൂട്ടുകാർ അവർ സ്വന്തമായിട്ട് വീടുണ്ടാക്കുകയാണ്. ഉണ്ടാക്കി തുടങ്ങി, പക്ഷേ ആ വീട് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടില്ല. കുറച്ച് ഇൻ ദ നിയർ ഫ്യൂച്ചർ ഇറ്റ് വിൽ ഗെറ്റ് കംപ്ലീറ്റഡ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിനും തുടങ്ങി, പക്ഷേ കംപ്ലീറ്റ് ആയിട്ടില്ല. ആ ദിവസങ്ങളിൽ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സം ഓഫ് മൈ ഫ്രണ്ട്സ് ആർ ബിൽഡിങ് ദെയർ ഓൺ ഹൗസ്. അതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. പിന്നെ തിങ്സ് ഹാപ്പനിങ് ഇൻ എ പീരീഡ് അറൗണ്ട് നൗ. അപ്പോൾ ഇപ്പോൾ ഉള്ള അതിന് ചുറ്റുമുള്ള കുറച്ച് ആ പീരീഡിൽ, ആ സമയങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാനും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കും. വി യൂസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് വെൻ വി ടോക്ക് അബൌട്ട് തിങ്സ് ഹാപ്പനിങ് ഇൻ എ പീരീഡ് അറൗണ്ട് നൗ. അതായത് അറൗണ്ട് നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ആ സമയത്തിൻ്റെ ചുറ്റുമുള്ള, അതിൻ്റെ ചുറ്റുമുള്ള അതിനടുത്ത ദിവസങ്ങളിൽ, അതിനടുത്ത വീക്കുകളിൽ, അതിനടുത്ത ആഴ്ചകളിൽ, ആ സമയത്ത് എന്തെങ്കിലും കാര്യം നടക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാനും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കും. വി യൂസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് വെൻ വി ടോക്ക് അബൌട്ട് തിങ്സ് ഹാപ്പനിങ് ഇൻ എ പീരീഡ് അറൗണ്ട് നൗ. അതായത് എക്സാമ്പിൾ, ടുഡേ, ഇന്ന് നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ, നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ദിസ് വീക്ക്, ഈ വീക്കിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, ദിസ് ആഫ്റ്റർനൂൺ, ഈ ആഫ്റ്റർനൂണിൽ അല്ലെങ്കിൽ ഈ ഈവനിങ്ങിൽ, ഈ നൈറ്റിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു പീരീഡ് അറൗണ്ട് നൗ,
അടുത്തുള്ള ഒരു കാലഘട്ടത്തിൽ സംഭവിക്കാൻ, അടുത്തുള്ള ഒരു സമയത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചും ഇങ്ങനെ പ്രസൻറ്റ് കണ്ടിന്യൂസ് വെച്ച് നമുക്ക് പറയാൻ പറ്റും. യു ആർ സ്റ്റഡിയിങ് വെരി വെൽ ടുഡേ. യു ആർ സ്റ്റഡിയിങ് വെരി വെൽ ടുഡേ. യെസ്, ഐ ഹാവ് എക്സാം ടുമോറോ. യു ആർ സ്റ്റഡിയിങ് വെരി വെൽ ടുഡേ. ഇന്ന് നീ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. യെസ് ഐ ഹാവ് എൻ എക്സാം ടുമോറോ. എനിക്കൊരു എക്സാം ഉണ്ട് നാളെ. അപ്പോൾ യു ആർ സ്റ്റഡിയിങ് ടുഡേ. യു ആർ സ്റ്റഡിയിങ് വെരി വെൽ ടുഡേ. അപ്പോൾ ഈസ് ഗോപാൽ ഈസ് വർക്കിംഗ് ദിസ് വീക്ക്. വേറൊരു എക്സാമ്പിൾ, ഈസ് ഗോപാൽ ഈസ് വർക്കിംഗ്. ഈസ് ഗോപാൽ വർക്കിംഗ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈസ് ഗോപാൽ വർക്കിംഗ് അത് ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് തന്നെയാണ്. ഈ ആഴ്ച ഗോപാൽ വർക്ക് ചെയ്യുന്നുണ്ടോ? ഗോപാൽ ജോലിക്ക് വരുന്നുണ്ടോ? ജോലി ചെയ്യുന്നുണ്ടോ? നോ, ഹീ ഈസ് ഓൺ ലീവ്. വേറൊരാൾ പറയുന്നു നോ, ഹീ ഈസ് ഓൺ ലീവ്. അയാൾ ലീവിലാണ്. അപ്പോൾ ഈ ഒരു ഇന്ന് നടക്കുന്നതോ അല്ലെങ്കിൽ ഈ ഒരാഴ്ചയിൽ നടക്കുന്നതോ അല്ലെങ്കിൽ ആ ഒരു ആഫ്റ്റർനൂണിൽ നടക്കാൻ പോകുന്നതോ ഈവനിങ്ങിൽ നടക്കാൻ പോകുന്നതോ കാര്യങ്ങളെക്കുറിച്ച് പറയാനും ചിലപ്പോഴൊക്കെ ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കും. ചേഞ്ചസ് ഹാപ്പനിങ് അറൗണ്ട് നൗ. അപ്പോൾ നമ്മുടെ ചുറ്റും നടക്കുന്ന ചില ചേഞ്ചസ്, മാറ്റങ്ങളെ കുറിച്ച് പറയാനും ചിലപ്പോൾ ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നുണ്ട്. We use present continuous when we talk about changes happening around now. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ നടക്കുന്ന കുറച്ച് ചേഞ്ചസിനെ കുറിച്ച് പറയാനും ചിലപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. എക്സാമ്പിൾ, the population of India is rising very fast. The population of India is rising very fast. അതായത് ഇന്ത്യയിലെ പോപ്പുലേഷൻ വളരെ ഫാസ്റ്റായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു. ഈസ് റൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിക്കൊണ്ടിരിക്കുന്നു. ദ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ ഈസ് റൈസിങ് വെരി ഫാസ്റ്റ്. അതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് വെച്ചാണത് അതിന് പറഞ്ഞിരിക്കുന്നത്. ദ കോസ്റ്റ് ഓഫ് ലിവിങ് ഈസ് ഇൻക്രീസിങ് ഡേ ബൈ ഡേ. കോസ്റ്റ് ഓഫ് ലിവിങ് ഈസ് ഇൻക്രീസിങ് അതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് തന്നെയാണ്. മൈ ഇംഗ്ലീഷ് ഈസ് ഗെറ്റിംഗ് ബെറ്റർ. മൈ ഇംഗ്ലീഷ് ഈസ് ഗെറ്റിംഗ് ബെറ്റർ അതും ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ്. മൈ ഇംഗ്ലീഷ് ഈസ് ഗെറ്റിംഗ് ബെറ്റർ. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഇംഗ്ലീഷ്. അങ്ങനെ അതും ഒരു ഇതിനുള്ള എക്സാമ്പിളാണ്. അപ്പോൾ ഇങ്ങനെ കുറേ എക്സാമ്പിൾസ് ചെറിയ ചെറിയ വാക്കുകളൊക്കെ നോക്കിയിട്ട് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ അത് പറയാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഉള്ളിൽ മനസ്സിൽ വിചാരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ആരോടെങ്കിലും പറയാൻ ശ്രമിക്കുക. അപ്പോൾ ഇംഗ്ലീഷും ഇമ്പ്രൂവ് ആവും. അപ്പോൾ നമ്മളിപ്പോൾ സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെ പറയും? ഐ ആം റൈഡിങ് എ ബൈസിക്കിൾ. റൈഡിങ് എന്ന് പറഞ്ഞാൽ ഓടിക്കുക. ഐ ആം റൈഡിങ് എ ബൈസിക്കിൾ. അപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ക്രിക്കറ്റ് കളിക്കുകയാണെങ്കിൽ ഐ ആം പ്ലേയിങ് ക്രിക്കറ്റ്. കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും കഴിക്കുകയാണെങ്കിലോ ഐ ആം ഹാവിങ് മൈ ഫുഡ്. ഐ ആം ഈറ്റിംഗ് എ മാംഗോ. അപ്പോൾ അങ്ങനെ പല ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിന് ഒന്ന് മനസ്സിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കൂടെ എങ്ങനെ ഉപയോഗിക്കുന്നു നോക്കാം. നമ്മൾ ഓരോരോ ക്ലാസ്സിലും ഓരോരോ ഇങ്ങനെയുള്ള ഗ്രാമറും നോക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രാമർ മനസ്സിലാവും. പിന്നെ അത് എങ്ങനെ സെൻറ്റൻസ് സ്ട്രക്ചർ ചെയ്യാം, സെൻറ്റൻസ് ഫോം ചെയ്യാം, എങ്ങനെ പഠിക്കാം, അതെങ്ങനെ പറയാം എന്നൊക്കെ പഠിക്കാൻ പറ്റും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.